നമസ്കാരം. ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ 5th സെമ്മിൽ വരുന്ന റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് സബ്ജക്റ്റ് റിവിഷൻ 2021 50-22 എന്ന ഒരു സബ്ജക്റ്റിൻ്റെ എങ്ങനെ പഠിക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്കറിയാം ഇതിൽ 4 മൊഡ്യൂളാണുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ആദ്യം തന്നെ ഫസ്റ്റ് മൊഡ്യൂളാണ് എടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ ആ ഫസ്റ്റ് മൊഡ്യൂളിൽ എങ്ങനെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് അല്ല, ഏത് സബ്ജക്റ്റ് തന്നെ ആയാലും നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വെച്ചിട്ടാണ് നമ്മൾ ആദ്യം പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, സിലബസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. സിറ്ററിൻ്റെ സൈറ്റിൽ നിന്നാണ് സിലബസ് ഡൗൺലോഡ് ചെയ്യേണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ സിലബസ് എന്തായാലും ഇതിനോടുകൂടി അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു സിലബസ് ജസ്റ്റ് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെത് മാത്രം ഒന്ന് വായിക്കുക. അപ്പോൾ ആദ്യം ഐഡിയ ഒന്നും കിട്ടില്ല, സിലബസ് വായിക്കുക. അപ്പോൾ എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുക. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ മാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് സോർട്ട് ചെയ്ത് വെച്ചതാണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഏപ്രിൽ 2024, നവംബർ 2023, പിന്നെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയുള്ള, പിന്നെ റിവിഷൻ 2015. ഇപ്പോൾ നമ്മൾ 2021 റിവിഷനാണ് ചെയ്യുന്നതെങ്കിലും ഇതിന് പ്രീവിയസ് ആയിട്ടുണ്ടായത് 2015 ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ സിലബസ് വായിക്കുക, ജസ്റ്റ് ഒരു 5 മിനിറ്റ് എടുത്ത് വായിക്കുക. ഇതിന് ശേഷം എന്ത് ചെയ്യുക, പിന്നെ ഈ വീഡിയോ കാണുക. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏപ്രിൽ 2024 ക്വസ്റ്റ്യൻ പേപ്പർ റീസെൻ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണിത്. 75 മാർക്കിലായിരുന്നു എക്സാം ഉണ്ടായത്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഡിഫൈൻ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നും കിട്ടില്ല. പക്ഷേ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചില ടേംസ്, അതിൻ്റെ ആ ഒരു ടേം നിങ്ങളുടെ മനസ്സിൽ വരാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഏതൊക്കെ ടേം എന്തൊക്കെയാണ് റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു ഫെമിലറൈസ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം തന്നെ നോക്കുന്നത്. എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും സിലബസ് നോക്കണം. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് കുറച്ച് ഒരു മടി പിടിക്കുന്നത് തോന്നിയേക്കാം, പക്ഷേങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഈ ഒരു പ്രോസസ്സ് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ ഉപകാരം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ നമ്മൾ നോക്കുക, ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 1 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ എന്താണെന്ന് നിങ്ങൾ നോക്കി വെക്കുക. പിന്നെയുള്ളത് ടൺ ഓഫ് റെഫ്രിജറേഷൻ. 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ ഈസ് ഈക്വൽ ടു ഡാഷ് കിലോ ജൂൾ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ ഡാഷ് കിലോ വാട്ട്, അല്ലെങ്കിൽ മീറ്റർ പെർ മിനിറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരും. ഈ ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ റെഫ്രിജറേഷൻ്റെ യൂണിറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താ, റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും വിട്ടുപോകാൻ പാടില്ല. ടൺ ഓഫ് റെഫ്രിജറേഷൻ നിർബന്ധമായിട്ടും പഠിക്കണം. മാത്രമല്ല അതിൻ്റെ ഒരു 2-3 യൂണിറ്റ് ഉണ്ടാവും, അതും എന്തായാലും പഠിക്കുക. അത് 1 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെയുള്ളത് റൈറ്റ് 3 മെത്തേഡ് ഓഫ് റെഫ്രിജറേഷൻ. നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള റെഫ്രിജറേഷൻ ഉണ്ട്. നിങ്ങൾ സിലബസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഐസ് റെഫ്രിജറേഷൻ സിസ്റ്റം, ത്രോട്ട്ലിംഗ്, റെഫ്രിജറേഷൻ ബൈ ത്രോട്ട്ലിംഗ് പ്രോസസ്സ്, പിന്നെ അതുകൂടാണ്ട് നമുക്കറിയാം റെഫ്രിജറേഷൻ ബൈ ഇവാപ്പറേഷൻ, പിന്നെ ഡ്രൈ ഐസ് റെഫ്രിജറേഷൻ സിസ്റ്റം, പിന്നെ സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള റെഫ്രിജറേഷൻ സിസ്റ്റം ഉണ്ട്. ഇതിൽ ജസ്റ്റ് 3 മെത്തേഡ് ഓഫ് റെഫ്രിജറേഷൻ സിസ്റ്റം എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് 3 മാർക്കാണ്. നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള റെഫ്രിജറേഷൻ സിസ്റ്റംസ് മെയിനായിട്ട് നോക്കുക. പിന്നെ ഉള്ളത്, അപ്പോൾ 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴൊരു ഒരു പ്രോബ്ലമാണ്. ഇതിലിപ്പോൾ 7 മാർക്കിൻ്റെ പ്രോബ്ലമാണ്. നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ ചോദിക്കുന്ന പ്രോബ്ലംസ് എല്ലാം ഏകദേശം സെയിം ആണ്. അതായത് ആ ഒരു കുറച്ച് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ആ ഇക്വേഷൻ വരുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ. അത് ഒരു 2-3 തവണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലിപ്പോൾ നമ്മൾ പവർ റേറ്റിംഗ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. പൊതുവേ പവർ റേറ്റിംഗ്, COP, ഹീറ്റ് റിജക്റ്റഡ്, ഇങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ച് കാണാറുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻസ് 2-3 എണ്ണം ഒന്ന് നോക്കുക. ഇതിപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ കേസാണ്. പിന്നെ ഇതിൽ ഓർക്കോസ്റ്റിനായിട്ട് വരുന്നതും എന്താണ് ഞാൻ പറഞ്ഞില്ലേ, COP ഓഫ് റെഫ്രിജറേറ്റിംഗ് മെഷീൻ കണ്ടുപിടിക്കാൻ, പിന്നെ COP ഓഫ് ഹീറ്റ് പമ്പ്, എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ. ഈ ഒരു കാര്യങ്ങൾ
പിന്നെ സെയിം റിപ്പീറ്റഡ് ആയിട്ട് പൊതുവേ ചോദിച്ചു വരുന്നതാണ്. അപ്പോൾ 2 ടൈപ്പ് പ്രോബ്ലം 2-3 തരത്തിൽ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പം ആക്ച്വലി ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന മാക്സിമം മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് 2024 ചോദിച്ചിട്ടുള്ളത്. ഇനി 2023 നവംബറിൽ ചോദിച്ചത് എന്താണെന്ന് നോക്കാം. ഇതിൽ കണ്ടോ COP, ഞാൻ പറഞ്ഞു COP വെച്ചിട്ടുള്ള പ്രോബ്ലം പഠിക്കണം, COP എന്താണെന്ന് പഠിക്കണമെന്ന്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ദ COP ഈസ് ഓൾവേസ് -1 എന്നാണ്. ഇവിടെ നമ്മളിപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്താ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ആണ്. അപ്പോൾ ഈ റെഫ്രിജറേഷൻ്റെയും എയർ കണ്ടീഷനിങ്ങിൻ്റെയും കേസിൽ എന്താണ് COP എപ്പോഴും എന്തായിരിക്കും, 1-നേക്കാളും കൂടുതലായിരിക്കും. COP എന്ന് വെച്ചാൽ എന്താ, കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്. COP എന്താണെന്ന് വ്യക്തമായിട്ട് പഠിക്കുക. കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്, അതായത് അതെന്താണ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിസൈഡ് എഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക് ഇൻപുട്ട്. അപ്പോൾ ആ കാര്യം ഒന്ന് പഠിക്കുക. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഇൻ എയർ കണ്ടീഷനിങ് ഓഫ് എയറോപ്ലെയിൻ യൂസിങ് എയർ ആസ് എ റെഫ്രിജറൻറ്റ് ദ സൈക്കിൾ യൂസ്ഡ് ഈസ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. എയർ റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് സൈക്കിളിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്, അതെന്താ, എയർ റെഫ്രിജറേഷൻ സൈക്കിളാണ്. നമ്മൾ സാധാരണ ഈ എയർ റെഫ്രിജറേഷൻ സൈക്കിൾ, പൊതുവേ ഓപ്പൺ എയർ റെഫ്രിജറേഷൻ സൈക്കിൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എയറോപ്ലെയിനിലാണ്. അപ്പോൾ അതെന്താ, ഒരു മാർക്ക് കിട്ടാനുള്ള എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഓപ്പൺ ആൻഡ് ക്ലോസ് റെഫ്രിജറേഷൻ സൈക്കിൾ എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. ഇത് മസ്റ്റായിട്ട് നോക്കുക. ഇത് വളരെ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. കമ്പാരിസനായിട്ടും ഡിസ്ക്രിപ്ഷനായിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഓപ്പണും ക്ലോസ്ഡും റെഫ്രിജറേഷൻ സൈക്കിൾ എന്താണെന്ന് നോക്കി വെക്കുക. ഇതിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്വസ്റ്റ്യൻസ് കാണിച്ചിട്ട് ഏതൊക്കെ ടേംസാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് റിപ്പീറ്റായിട്ട് ചോദിക്കുന്നത്, ഏതാണ് പാറ്റേൺ, ഇതൊക്കെ ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് നല്ല മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഡിഫൈൻ ദ ടേംസ് റെഫ്രിജറേഷൻ, റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ആൻഡ് ടൺ ഓഫ് റെഫ്രിജറേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ ക്വസ്റ്റ്യനിൽ 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ റെഫ്രിജറേഷൻ്റെ യൂണിറ്റാണ് ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്തായാലും നമ്മൾ പഠിക്കും. ആ പഠിക്കുന്ന സമയത്ത് തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ് എന്ത്, റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. റെഫ്രിജറേഷൻ എന്ന് വെച്ചാൽ എന്താ, നമുക്കറിയാം, ഒരു ഭാഗം തണുപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുക, റെഫ്രിജറേഷൻ എന്ന് പറയുക. നമുക്ക് വേണ്ട ഭാഗം ഏതാണോ ആ പാർട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ, നമ്മൾ അവിടുത്തെ ടെമ്പറേച്ചർ മിനിമം ആക്കുക അല്ലെങ്കിൽ കുറച്ചെടുക്കുക, അതാണ് റെഫ്രിജറേഷൻ. അപ്പോൾ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താ, ആ ഒരു കൂളിംഗ് എഫക്റ്റ്, ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു കൂളിംഗ് എഫക്റ്റിനെയാണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റാണ് എന്ത്, ടൺ ഓഫ് റെഫ്രിജറേഷൻ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പറഞ്ഞാൽ 3 മാർക്ക് കിട്ടി. പിന്നെ ഉള്ളതാണ് ബെൽ കോൾമൻ സൈക്കിൾ. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് പൊതുവെ 7 മാർക്ക്, കണ്ടോ, 7 മാർക്കിന് തന്നെയാണ് ചോദിക്കാറുള്ളത്. ബെൽ കോൾമൻ സൈക്കിളും റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളും ഉണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിനായിട്ട് പഠിക്കാനുള്ള സൈക്കിള്. അപ്പോൾ അതിലെന്ത് ചെയ്യണം, അത് പഠിക്കുന്ന സമയത്ത് തന്നെ PV ഡയഗ്രാം TS ഡയഗ്രാം വെച്ചിട്ട് തന്നെ പഠിക്കണം. കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് PV ആൻഡ് TS ഡയഗ്രാം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഒരു നമ്മൾ വാല്യുവേഷൻ ക്യാമ്പിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെ ഈ ആൻസർ സ്കീം നമുക്ക് കിട്ടുന്ന സമയത്ത് എന്താ, ഈ PV ആൻഡ് TS ഡയഗ്രാം ഇല്ലെങ്കിൽ നമുക്ക് ഈ 7 മാർക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ ഡയഗ്രത്തിന് ഒരു 2-3 മാർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അവർ. അപ്പോൾ നമ്മൾ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മാർക്ക് ഫുള്ള് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രയൊക്കെ എഴുതിയാലും ഈ ഒരു ഡയഗ്രാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബെൽ കോൾമൻ സൈക്കിളിൻ്റെ PV ആൻഡ് TS ഡയഗ്രവും പിന്നെ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൻ്റെതും വ്യക്തമായിട്ട് പഠിക്കുക. അത് 7 മാർക്കിന് റിപ്പീറ്റായി ചോദിക്കാറുള്ളതാണ്. ഈ ഒരു 7 മാർക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്ക് നല്ല സ്കോർ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് കിട്ടും. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് അറിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ പ്രോബ്ലത്തിലൂടെയൊക്കെ പോകേണ്ടതുള്ളൂ. ഓർ ക്വസ്റ്റ്യൻ എന്താ, ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, COP ഓഫ് കാർനോട്ട് റെഫ്രിജറേറ്റർ. ഞാൻ പറഞ്ഞല്ലോ ഒരേ പാറ്റേൺ തന്നെയാണ് ചോദിക്കാറ്. COP ചോദിക്കാറുണ്ട്, ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഹീറ്റ് റിജക്റ്റഡ് അത് ചോദിക്കാറുണ്ട്, ഹീറ്റ് റിജക്റ്റഡ് പെർ ടൺ ഓഫ് റെഫ്രിജറേഷൻ. ഈ കാര്യങ്ങൾ തന്നെയാണ് പൊതുവേ നമ്മൾ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നവംബർ 2023 ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഈ പേജസ് ഞാൻ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം. പിന്നെയുള്ളത് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം 2021 സ്കീം ഇപ്പോഴല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ 2015 സ്കീമും പിന്നെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസുമാണ് എടുത്തിട്ടുള്ളത്. മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ എന്താ, ദ റിലേറ്റീവ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഈസ്.
റിലേറ്റീവ് കോഎഫിഷ്യൻ ഓഫ് പെർഫോമൻസിനാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്താണ്? നമുക്കറിയാം ആക്ച്വൽ COP ബൈ തിയററ്റിക്കൽ COP ആണ്. അത് 1 മാർക്കിന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേത് ദ വാല്യൂ ഓഫ് COP ഇൻ വേപ്പർ കംപ്രഷൻ സൈക്കിൾ ഈസ് യൂഷ്വലി. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതന്നെ. അതെന്താ? നമുക്കറിയാം ഓൾവേസ് മോർ ദാൻ യൂണിറ്റി, അതായത് ഗ്രേറ്റർ ദാൻ 1 ആണ്. പിന്നെയുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഡിഫൈൻ COP ഓഫ് എ റെഫ്രിജറേറ്റർ ആൻഡ് എക്സ്പ്ലെയിൻ ദ ടേം ടൺ ഓഫ് റെഫ്രിജറേഷൻ. ഇതിനെ പറ്റിയിട്ടും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെയുള്ളത് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ COP ഓഫ് റിവേഴ്സ്ഡ് കാർനോട്ട് റെഫ്രിജറേഷൻ സൈക്കിൾ. ഞാൻ പറഞ്ഞു 7 മാർക്കിന് ചോദിക്കാറുള്ളതാണ് ഈ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളും അതുപോലെ ബെൽ-കോളമിൻ സൈക്കിളും. അപ്പോൾ അത് വ്യക്തമായിട്ട് പഠിക്കുക. ഇനിയിപ്പോൾ അത് അറിയില്ലെങ്കിൽ എന്താ? അത് അറിയെങ്കിൽ നമ്മൾ പിന്നെ ഓർ ക്വസ്റ്റ്യൻ നോക്കണ്ട. ഇനിയിപ്പോൾ ഓർ ക്വസ്റ്റ്യനും നമ്മൾ വിടാൻ നിൽക്കണ്ട. അതായത് പൊതുവേ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുന്ന സമയത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ പഠിക്കണം. ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ വിട്ട് കളയരുത്. ഇപ്പോൾ ഓർ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ചെയ്യേണ്ട, എക്സാമിന് എഴുതണ്ട, പക്ഷേ നിങ്ങൾ ഇതിലൂടെയൊക്കെ ഒന്ന് കണ്ണോടിച്ച് പോകണം. അപ്പോൾ ഇതിലും എന്താണ് പൊതുവേ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണിതും. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ 2015 റിവിഷൻ സ്കീമിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് എടുക്കാൻ. ഇതിലൊരു പ്രധാനമായിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ 2015ഉം 2021ഉം തമ്മിലുള്ള മാറ്റം വരുമ്പോൾ 2015 ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടായിരുന്നു. ഇൻട്രൊഡക്ഷൻ ഈ ഒരു തെർമോഡൈനാമിക്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. അതായത് അത് നമുക്കൊരു ബെനിഫിറ്റ് ആയിരുന്നു. നമുക്കറിയാം തെർമോഡൈനാമിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഈ റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തെർമോഡൈനാമിക്സിലെ ബേസിക് ആയിട്ടുള്ള നമുക്കറിയാം 4 ലോ, 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. ഇതിലെ തേർഡ് ലോ ഒഴിവാക്കിയാൽ തന്നെ 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ഇതുവരെയുള്ള ഈ ലോകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രത്യേകിച്ച് സെക്കൻഡ് ലോ. ആ ഒരു സെക്കൻഡ് ലോയിലാണ് നമ്മുടെ ഈ ഒരു റെഫ്രിജറേഷനെ പറ്റിയിട്ടും ഈ ഹീറ്റ് എഞ്ചിനെ പറ്റിയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പോരാത്തതിന് എൻതാൽപ്പി, എൻട്രോപ്പി, പിന്നെ ലാറ്റൻ്റ് ഹീറ്റ്, സെൻസിബിൾ ഹീറ്റ്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ, ഇങ്ങനെയുള്ള കാര്യങ്ങളും 2015 സ്കീമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ദിവസം ഇരുന്നിട്ട് അതിൻ്റെ ഐഡിയയും കൂടി ഉണ്ടാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നിങ്ങൾക്ക് ഇപ്പോൾ ലാറ്റൻ്റ് ഹീറ്റ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നോക്കിയാൽ ഇതിലും ചോദിച്ചിട്ടുള്ള എന്താ, ഡിഫൈൻ ടൺ ഓഫ് റെഫ്രിജറേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇത് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും ഇതിൻ്റെ പാറ്റേണിൽ. ഇതിലും കണ്ട് ടൺ ഓഫ് റെഫ്രിജറേഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ സബ്ലിമേഷനാണ്. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല. മുന്നേ ഉള്ള 15 സ്കീമിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ലിക്വിഡിൽ നിന്നും വേപ്പറിലോട്ട് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യുന്നതാണ് സബ്ലിമേഷൻ. പിന്നെയുള്ളത് മെത്തേഡ്സ് ഓഫ് റെഫ്രിജറേഷൻ, അതിപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ കണ്ടോ, ഓപ്പൺ റെഫ്രിജറേഷൻ സിസ്റ്റവും ക്ലോസ്ഡ് റെഫ്രിജറേഷൻ സിസ്റ്റവും തമ്മിലുള്ള കമ്പാരിസൺ, ഇതും എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ എന്താ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ബെൽ-കോളമൻ സൈക്കിൾ വിത്ത് PV ആൻഡ് TS ഡയഗ്രാം. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. അവിടെ 7 മാർക്കിന്, ഇവിടെ 8 മാർക്കിനാണ് ചോദിച്ചത്. പിന്നെ ഇതെന്താ, ഇവിടെ ഓർ ക്വസ്റ്റ്യനായിട്ട് ഒരു പ്രോബ്ലം, ഓർ ക്വസ്റ്റ്യൻ അല്ല, A ആൻഡ് B പാർട്ടാണ്. B പാർട്ടായിട്ടൊരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ പുതിയ ഇതിൽ എന്താണ്, ഓർ ക്വസ്റ്റ്യനായിട്ടാണ് വരാറ്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കിയാൽ പിന്നെ 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്ലാഷ് ചാമ്പറും അക്യുമുലേറ്ററും വേപ്പർ കംപ്രഷൻ സിസ്റ്റം അത് പറ്റി പറയാനാണ്. അതായത് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു 6ാമത്തെ A ക്വസ്റ്റ്യൻ നേർക്ക് പറഞ്ഞാൽ ഇപ്പോഴുള്ള നമ്മുടെ സിലബസിൽ സെക്കൻഡ് മൊഡ്യൂളാണുള്ളത്. അപ്പോൾ അത് നോക്കിയാൽ മതി. പിന്നെ B പാർട്ടിലുള്ളത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റെഫ്രിജറേറ്റർ, ഹീറ്റ് എഞ്ചിൻ, ഹീറ്റ് പമ്പ്. ഇതെന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്താണ് റെഫ്രിജറേറ്റർ, എന്താണ് ഹീറ്റ് എഞ്ചിൻ, എന്താണ് ഹീറ്റ് പമ്പ്. ആക്ച്വലി ഹീറ്റ് എഞ്ചിൻ്റെ ഒരു റിവേഴ്സ് പ്രോസസ്സാണ് നമ്മുടെ റെഫ്രിജറേറ്ററിലും ഹീറ്റ് പമ്പിലും ഒക്കെ നടക്കുന്നത്, നമുക്കറിയാലോ. അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ സെക്കൻഡ് ലോ എല്ലാം വെച്ചിട്ട് ഒന്ന് മനസ്സിലാക്കുക. പിന്നെയുള്ളത് ഒക്ടോബർ 2019 ചോദിച്ചതാണ് 15ാമത്തെ റിവിഷനിലുള്ളത്. അതെന്താ, അവിടെയും COP തന്നെയാണ്. കണ്ട, COP തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ, ടൺ ഓഫ് റെഫ്രിജറേഷൻ തന്നെ. പിന്നെ ഈ ഒരു സ്റ്റേറ്റ് ഫ്രം ലിക്വിഡ് ടു വേപ്പർ സ്റ്റേറ്റിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുക, അത് സബ്ലിമേഷനാണ്. അതിപ്പോൾ ചോദിക്കാൻ ചാൻസ് കുറവാണ്. പിന്നെ 4A എന്താ, റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ റെഫ്രിജറേറ്റർ, ഇത് ചോദിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PV ആൻഡ് TS ഡയഗ്രാം, ബെൽ-കോളമിനും ഇതുമാണ് പഠിക്കേണ്ടത്. പിന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം, COP ഹീറ്റ് റിജക്റ്റഡും കണ്ടുപിടിക്കുന്നത്. പിന്നെ അതിന് ഓർ ക്വസ്റ്റ്യനായിട്ട്
വേപ്പർ കംപ്രഷൻ സിസ്റ്റം വിത്ത് ഹെൽപ്പ് ഓഫ് TS ആൻഡ് PH ഡയഗ്രാം, അതിൻ്റെ പ്രോബ്ലം. ഈ ഒരു ഭാഗം സെക്കൻഡ് മൊഡ്യൂളാണ് ഇപ്പോഴുള്ളത്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഇതും ഇപ്പോഴത്തെ സിലബസിലില്ല. പിന്നെ COP ഓഫ് റെഫ്രിജറേറ്റർ അതുണ്ട്. പിന്നെ പഠിക്കാനുള്ളത് സെൻസിബിൾ ഹീറ്റ്, ലാറ്റൻറ്റ് ഹീറ്റ്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഇതിലെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ മുന്നേ ചോദിച്ചിട്ട് കണ്ടു. സെൻസിബിൾ ഹീറ്റും ലാറ്റൻറ്റ് ഹീറ്റും ഇപ്പോഴത്തെ സിലബസിലില്ല. പക്ഷേ നിങ്ങൾക്ക് ഇതൊക്കെ ഐഡിയ ഉണ്ടെങ്കിലേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ ഈ സബ്ജക്റ്റ്. പിന്നെ എന്താ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം. അതായത് ഇത് ഞാൻ പറഞ്ഞു, എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ ഓപ്പൺ സൈക്കിളും ക്ലോസ് സൈക്കിളും, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ നമ്മൾ പൊതുവേ എഴുതാൻ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ അതിന് 6 മാർക്കാണ് അവിടെ ചോദിച്ചിട്ടുണ്ടായത്. അതിപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം, പഠിക്കണം വൃത്തിയിൽ. പിന്നെയുള്ളത് എക്സ്പ്ലെയിൻ കാർനോട്ട് റെഫ്രിജറേഷൻ സൈക്കിൾ വിത്ത് PV ആൻഡ് TS ഡയഗ്രാം. ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് 7 മാർക്കിനും പിന്നെ അതിനൊരു പ്രോബ്ലം 8 മാർക്കിനുമാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം വിത്ത് ഫ്ലോ ഡയഗ്രാം, അതിപ്പോൾ വേറെ സെക്കൻഡ് മൊഡ്യൂളിലാണ് ഉള്ളത്. പിന്നെ 2018 ഏപ്രിലിൽ ചോദിച്ചത് എന്താ, ഇതൊക്കെ 15 സ്കീമാണ്. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് അത് ചോദിച്ചിട്ടുണ്ട്. ലിസ്റ്റ് ദ പ്രോസസ് ഓഫ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ ഇൻ പ്രോപ്പർ ഓർഡർ. എന്തൊക്കെ പ്രോസസ്സാണ്, അതായത് നമുക്കറിയാം ഈ കംപ്രഷൻ, കണ്ടൻസേഷൻ, എക്സ്പാൻഷൻ, ഇവോപ്പറേഷൻ, അങ്ങനെയുള്ള പ്രോസസ്സ് പ്രോപ്പറായിട്ടുള്ള ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു പ്രോബ്ലമാണ്. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് സാച്ചുറേഷൻ ടെമ്പറേച്ചർ, എൻതാൽപ്പി, ലാറ്റൻറ്റ് ഹീറ്റ്, ഇതൊക്കെ മുന്നത്തെ സിലബസ് വെച്ചിട്ടിട്ടതാണ്. പിന്നെയുള്ളത് പ്രോബ്ലം. പിന്നെ ഇലുസ്ട്രേറ്റ് ദ എഫക്റ്റ് ഓഫ് സബ് കൂളിംഗ് ഓഫ് റെഫ്രിജറൻറ്റ് ഇൻ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അത് സെക്കൻഡ് മൊഡ്യൂളിലാണ് ഇപ്പോഴും വരുന്നത്. പിന്നെയുള്ളത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് വേപ്പർ കംപ്രഷൻ ഓവർ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം. ഇത് വേണേൽ ഫസ്റ്റ് മൊഡ്യൂളിലും ചോദിക്കാം, കാരണം എയർ റെഫ്രിജറേഷൻ സിസ്റ്റം നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലാണ് പഠിക്കാനുള്ളത്. പിന്നെയുള്ളത് ലാസ്റ്റ് 2018 ഒക്ടോബറിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാൽ സബ്ലിമേഷൻ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അത് 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രിൻസിപ്പിൾ കമ്പോണൻസ് ഓഫ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം, അതിപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിലാണ്. എക്സ്പ്ലെയിൻ റീറൈവ് ദ എക്സ്പ്രഷൻ ഫോർ COP ഓഫ് റിവേഴ്സ്ഡ് കാർനോട്ട് എയർ റെഫ്രിജറേഷൻ സൈക്കിൾ. ഇത് എന്തായാലും പഠിക്കണം, കുറേ പ്രാവശ്യമായി പറയുന്നു. ലിസ്റ്റ് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എൻ ഐഡിയൽ റെഫ്രിജറൻറ്റ്. ഇത് 9 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഡ്രോ സ്കീമാറ്റിക് ഡയഗ്രാം ആൻഡ് PH ഡയഗ്രാം ഓഫ് സിമ്പിൾ സാച്ചുറേഷൻ സൈക്കിൾ വിത്ത് അക്യുമുലേറ്റർ. ഇതൊക്കെ പഴയ സിലബസ് ആണ്. പിന്നെ എയർ റെഫ്രിജറേഷൻ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് അതിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത്രയും കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തൊക്കെയാണ് ചോദിക്കുക എന്നുള്ളൊരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളെ ചോദിക്കാറുള്ളൂ. പൊതുവേ ഇത് റിപ്പീറ്റ് ആയിട്ട് തന്നെയാണ് ചോദിക്കാറ്. പിന്നെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആകെ ഒരു COP ചോദിക്കും. പിന്നെ എന്താണ് ടൺ ഓഫ് റെഫ്രിജറേഷൻ ചോദിക്കും. പിന്നെ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സൈക്കിളിൻ്റെ കമ്പാരിസൺ, എയർ റെഫ്രിജറേഷൻ സൈക്കിൾ, ബെൽ കോളമൻ സൈക്കിൾ, റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കാറ്. ഇത് നോക്കിയാൽ ഇത് ഞാൻ മൊഡ്യൂൾ 1 സിലബസ് പ്രകാരം 3 പാർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്തതാണ്. അതായത് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ഭാഗമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം വായിച്ചേ ഡിഫിനിഷൻ ഓഫ് റെഫ്രിജറേഷൻ, പിന്നെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്, യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ, ദെൻ യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് ടൺ ഓഫ് റെഫ്രിജറേഷൻ ആണ്. പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഓരോ മാർക്കിന് ഓരോ ഡെഫിനേഷൻ കൊടുത്താൽ ഓരോ മാർക്കിന് എഴുതാം. പിന്നെ ടൈപ്സ് ഓഫ് റെഫ്രിജറേഷൻ നമ്മുടെ സിലബസിൽ ഐസ് ആൻഡ് ത്രോട്ട്ലിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 2ാമത്തെ പാർട്ടിൽ വരുന്നതാണ് എയർ റെഫ്രിജറേഷൻ സൈക്കിള്. അതിൽ ഓപ്പൺ സൈക്കിളും ക്ലോസ്ഡ് സൈക്കിളും ഉണ്ട്. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ കാർനോട്ട് റെഫ്രിജറേഷൻ സൈക്കിളും ബെൽ കോളമൻ സൈക്കിളും. ഈ കാർനോട്ട് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതാണ് ഇത്രയാണ് സെക്കൻഡ് പാർട്ടിലുള്ളത്. പിന്നെ നമ്മൾ 3ാമത്തെ പാർട്ടിൽ വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം. അത് ബേസ്ഡ് ഓൺ ദ റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ പ്രകാരം എങ്ങനെയാണെന്ന് പറയുക.
അതിനേക്കാളും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് എയർ റെഫ്രിജറേഷനാണ്. പിന്നെ അതിൻ്റെ കുറച്ച് പ്രോബ്ലം. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത്രയാണ് സിലബസിലുള്ളത്. ഇത്രയും കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടൊരു നല്ല ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ സിലബസും വെച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നന്നായി പഠിക്കുക. അപ്പോൾ താങ്ക് യു.